ചേട്ടന് വളരെ വിഷമിപ്പിച്ചൊരു കാര്യമുണ്ടെന്ന് ചേട്ടനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. മേയർ നായർ എന്ന പടത്തിന് സപ്പോർട്ടായിട്ട്, അതായത് അത് സ്വപ്നസഖി എന്നൊരു പാട്ടുണ്ട്, അന്ന് മറ്റേ പഴയ ഫേമസ് ഡയറക്ടർ മരിച്ചു പുട്ടണ്ണ കനകൽ, കന്നഡ, അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടറായിരുന്നു മേയർ നായരുടെ. എൽ പി ആർ വർമ്മ മ്യൂസിക്, വയലാറിൻ്റെ വരികൾ. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, മറ്റേ ഈ മ്യൂസിക് ഡയറക്ടർ അല്ല പുട്ടണ്ണ കനകൽ പറഞ്ഞു, എനിക്ക് ഈ പാട്ട് മാറ്റി വേറെ ആളെ കൊണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയുന്നില്ല. അപ്പോൾ എൽ പി ആർ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ ഇത് പറയുന്നുണ്ട്, വേറെ ആളെ കൊണ്ട് പാടിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പാടിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ പക്ഷേ വലിയ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചില്ല വിഷമമൊന്നും. ഞാൻ വീട്ടിൽ പോയി ഇനിയിപ്പോൾ ഈ രംഗം വിട്ട് പോവാം, അതിപ്പോൾ ആരും ചോദിക്കണ്ടല്ലോ, അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ഒരു ഇതിലിരിക്കുകയായിരുന്നു. അതോട് വിട്ട് പോവാം, ഇത്രയല്ലേ പ്രശ്നമുള്ളൂ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു തങ്ങൾ, അദ്ദേഹം ഇപ്പോൾ ഈ മരിച്ചു പോയി. തങ്ങൾ എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അല്ല അപ്പോൾ എന്താ ഇവിടെ ഡിസ്കഷൻ? അപ്പോഴേക്കും എല്ലാവരും ഡിസ്കസ് ചെയ്തിരിക്കുക പാട്ട് എന്താ സംഗതി എന്ന് വെച്ചു. അല്ല ഈ പാട്ട് വേറെ അങ്ങനെ തന്നെ പാടി മതി പാട്ടേക്ക്. അപ്പോൾ പറഞ്ഞു അതെന്താ അങ്ങനെ? അല്ലല്ല അത് മതി, ഞാനാ പറയണേ, അങ്ങനെ ഓക്കെ ചെയ്താൽ ഞാൻ എൻ്റെ ഏറ്റെടുത്തോളാം, ആ പാട്ട് അത് തന്നെ മതി, മാറ്റമൊന്നും വേണ്ട പറഞ്ഞു. എൻ്റെ ഭാഗ്യത്തിന് ആ പാട്ട് അങ്ങനെ മാറ്റാൻ ഇട്ടു. പക്ഷേ ഈ പുട്ടണ്ണ സാറുണ്ടല്ലോ, അന്ന് അങ്ങനെ മാറ്റാൻ പറഞ്ഞില്ലേ, എന്തോ ദൈവത്തിൻ്റെ, എനിക്ക് എന്താ അറിയാൻ പാടില്ല, അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ പടത്തിൽ ഞാൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ പടത്തിലും പിന്നെ അദ്ദേഹം ഡയറക്ട് ചെയ്ത പടങ്ങൾ എല്ലാം കന്നഡത്തിലെ ഏറ്റവും വളരെ ഫേമസ് രംഗനായി റാണി മന്ദാര പുഷ്പവനി, അതിൽ പാടിയുണ്ട്, കന്നഡ പാട്ട് പാടിയുണ്ട്. മന്ദാര പുഷ്പവനി എന്നൊരു പാട്ടുണ്ട് കന്നഡത്തില്. രാസാത്തി ഉണ്ട്, നമ്മൾ തമിഴിൽ എത്ര പോപ്പുലർ, അതുപോലെ കന്നഡത്തിലെ പോപ്പുലർ. അല്ല ചേട്ടാ, ഈ ഇതൊന്ന് വൈശാഖ പൗർണമി രാവിൽ വെള്ളി നിലാവിൻ പാൽക്കടൽ കരയിൽ സങ്കൽപ്പ ഗന്ധർവ നഗരം തീർക്കും സ്വപ്നസഖി, സ്വപ്നസഖി വൈശാഖ പൗർണമി രാവിൽ, ഇങ്ങനെ ഓരോ പാട്ട്. ബാംഗ്ലൂർ ഇപ്പോൾ കന്നഡത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പാട്ട് ഈ തമിഴ് രാസാത്തുനമാര് ഈ പാട്ടാണ് പറയുന്നത്. മാത്രം മറ്റേതില്ല, ഒലവിന ഹൊടുഗുരി, ഓൾസോ പുട്ടണ കനകൽസ്. He's a very good director. He used to be a very well-known director. And നല്ല meaningful cinema. ലാസ്റ്റ് ചെയ്ത പടമാണ് മശനദഹു, ശ്മശാനം വിളിക്കുന്നു. കറക്റ്റ്. ആ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. ലാസ്റ്റ് ഫിലിമാണ്. പിന്നെ ഫണിയാമയിലെ ബി വി കാരന്തന്റെ മ്യൂസിക്കിൽ ചേട്ടൻ പാടി. പലർക്കും അറിഞ്ഞുകൂടാ ചേട്ടൻ ഈ മറ്റ് ഒരുപാട് പാടിയിട്ടുള്ളൂ. വേറെ സംഭവം പറയാം, ഞങ്ങളിപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ശ്യാം, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഒരുപാട് പേര് സ്കൂൾ ഓഫ് ഡ്രാമയിൽ, രഞ്ജിത്ത്, ഇവരൊക്കെ ചേട്ടൻ്റെ ഫാൻസാണ്. ഞങ്ങൾ കുറേ പേരുണ്ട് അവിടെ. രഞ്ജി ഉണ്ട്, ഞാനുണ്ട്, പിന്നെ അലക്സ് ഉണ്ട്, ഇവരൊക്കെ ചേട്ടൻ്റെ ഫാൻസാണ്. അപ്പോൾ ഞങ്ങൾ ഈ രാത്രി ക്ലാസ് റൂം തിയേറ്ററിൽ ഒരു 10 മണിയാകുമ്പോൾ ഞങ്ങളവിടെ ഇരിക്കും രാത്രി. പിന്നെ പുലർച്ചെ ഒരു 4 മണി വരെ അതിൽ കുറേ പേര് പാടുന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് പാടിക്കുക. അപ്പോൾ അതിൽ 2 തമിഴന്മാരുണ്ട്. അതിലൊരു തമിഴൻ ഭയങ്കര സിംഗറാണ്. അവൻ പാടുന്നത് ഒന്ന് മറ്റേ ഇതാരാ പാടിയ ചേട്ടാ, ഇതില്ലേ എന്താണ്, അമൈദിനാന നദീനിലെ ഓടം, അതും പ്ലസ് പിന്നെ ഈ ചിത്ര ചൊവ്വാനം, പിന്നെ അതുപോലെ തന്നെ രാസാത്തി ഉന്നെ, ദാറ്റ് അതർ വൺ, അല്ലല്ല സോറി, ഒരു വാനവിൽ പോലെ, ചിത്ര ചൊവ്വാനം, ഇതൊക്കെ പിന്നെ കിഴക്കേ പോകുമ്പോഴല്ല പാട്ട്, മാഞ്ചോലെ കിളിതാനോ, അതൊക്കെയാണ്. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്, നാടക സുഹൃത്തുക്കളാണ്. പ്രകാശിന് ഇഷ്ടമുള്ള പാട്ടാണ് ഈ മാനത്ത് കണ്ണികൾ. അത് താങ്കൾക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ മാനത്ത് കണ്ണികൾ നമുക്ക് ഒന്ന് നോക്കാം. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. പ്രണയോപനിഷത്തിലെ കൈയക്ഷരങ്ങൾ നിൻ നുണക്കുഴിപ്പൂമോടും കുറുനിരകൾ, കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു, കാറ്റിനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ കാമുക ഹൃദയത്തിലൊളിച്ചു.
മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ നയനങ്ങൾ. ഞാൻ പറഞ്ഞില്ല ഈ വയലാറിന്റെ കവിത, ദേവരായ മാഷ സംഗീതം, അതാണ് ചേട്ടൻ്റെ മിക്കവാറും. അതുപോലെ MSVയുടെ സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻ രൂപം. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. പൂർണ്ണ അമ്പലത്തിൽ അത് രാഘവ മാഷേ. നീലമല പൂങ്കുയിലെ എത്രയോ MSVയുടെ തന്നെ ലങ്കാദാനത്തിലും വരാനല്ല പാട്ട്. തിരുവാഭരണം ചാർത്തി വിടുന്നു, പഞ്ചവടിയിലെ മായാസീതയോ. തിരുവാഭരണം ചാർത്തി വിടുന്നു പാടാൻ. അത് നക്ഷത്രമാണ് ചേട്ടൻ്റെ. ചേട്ടൻ്റെ നാളും കൂടിയാണ്. ഓ ശരി. തിരുവാതിര. നിങ്ങളുടെ നാളതാ? ഓ അതെ. എന്നാ നമുക്ക് കൂട്ടാം. തിരുവാഭരണം ചാർത്തി വിടുന്നു പാടാം അല്ലേ? തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. ധനുമാസത്തിൻ ശിശിരക്കുളിരിൽ തളിരുകൾ മുട്ടിയുരുമ്മുമ്പോൾ, തളിരുകൾ മുട്ടിയുരുമ്മുമ്പോൾ, മധുര മനോഹര മാധവലഹരിയിൽ മുഴുകാൻ ലതികകൾ വെമ്പുമ്പോൾ, തളിരണിയട്ടെ നിൻമലരടികൾ, കളിയണിയട്ടെ നിൻവനികൾ. ലാ 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 ലാ. തിരുവാഭരണം. ഞാൻ പുതിയ ഫിലിം ചെയ്ത സമയത്ത്, പോലീസ് ചെയ്ത സമയത്ത്, അതിൽ ഒരു പാട്ട് ജയേട്ടനും ഒരു പാട്ട് വേണുവിനും ഞങ്ങൾ ആദ്യമേ ഡിസൈഡ് ചെയ്തിട്ട് 2 പാട്ടാണ് ആ പടത്തിലുള്ളത്. പാട്ട് പാടി വന്ന സമയത്ത് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ചെറിയ ഗായകർ, പുതിയ ഗായകർ, ഒരാളൊരു സൗണ്ട് എഞ്ചിനീയറാണ്, ഒരാളൊരു ചെറിയ പയ്യൻ. ഇവർ രണ്ടാളും ഈ പാട്ട് പാടി വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാട്ട് പുതിയ പിള്ളേരാണ്, പുതിയ കുട്ടികൾ, അവർ വെറുതെ ട്രാക്ക് പാടിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇവരുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ പാട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവരെ നിരാശപ്പെടുത്തണം തോന്നിയില്ല. കാരണം ദേ സങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി. ആ കാണാനിൽ എന്നുള്ള പാട്ടും മറ്റേ നിന്നിൽ നിഴലായി 2 പാട്ടും. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട് സംഭവം, ദേ ഹാവ് സങ് ഇറ്റ് സോ ബ്യൂട്ടിഫുള്ളി, നോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് യുനോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, അത് അവർ പാടി വരട്ടെ, ദേ ഷുഡ് ലെറ്റ് ദം സിംഗ് എന്ന് പറഞ്ഞു. അത് ദാറ്റ് ഇസ് ഐ തിങ്ക് ദാറ്റ് ഇസ് ദി ന്യൂ എൻകറേജിങ് ഫോർ ന്യൂ ടാലന്റ്. വേറൊരു സിംഗർ അത് പറയാൻ സാധ്യത കുറവാണ്. വളരെ കൂളായിട്ട് പറഞ്ഞില്ല, അത് അവർ പാടട്ടെ. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ്, ഒരുപാട് സിംഗേഴ്സുമായിട്ട് നമ്മൾ ഇന്റർവ്യൂ പലപ്പോഴും ചെയ്യുമ്പോൾ അവരൊക്കെ പറയുന്നത് പലരുടെയും തുടക്കം ജയേട്ടനിലൂടെയാണ്. ജോൺസൺ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ആദ്യം ട്യൂൺ ചെയ്യുന്ന ഇണയത്തേടി, അത് പാടുന്ന ചേട്ടനാണ്. ചിത്ര എന്ന് പറഞ്ഞ ഗായിക ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്ന ചേട്ടൻ്റെ കൂടെയാണ്. ശരദിന്ദു മലർദീപ നാളം വെട്ടി. അതുപോലെ പലരും പറയണ്ട, അതെ പലരും പറയാറുണ്ട്. ഈ അതുകൊണ്ട് തന്നെ ഒരു മറ്റുള്ളവർക്ക് ഒരു തുടങ്ങാനുള്ള ഒരു കാരണക്കാരനാവുക എന്നതും. സുകുമാരന്റെ ഫസ്റ്റ് സോങ്, പൃഥ്വിയുടെ ഫസ്റ്റ് സോങ്, ഇന്ദ്രന്റെ ഫസ്റ്റ് സോങ്. ഈ സുകുമാരൻ എന്ന് പറഞ്ഞ നടന്റെ കാട്ടുകുറുങ്ങി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്, അത് അതുപോലെ ഈ പൃഥ്വിയുടെ ആരും കല്ലോലിനി പാടുന്നു. അതുപോലെ ഈ ഇന്ദ്രജിത്തിന്റെ നേരത്തെ അദ്ദേഹം പറഞ്ഞ ആല്ലത്താലി, സ്ക്രീനിൽ ഇവർ ചുണ്ടാനൊക്കുന്നത് ചേട്ടന്റെ പാട്ട്. നീ മണിമുകലാടകൾ ഇയാളുടെ മറ്റേ പൃഥ്വിയുടെ അല്ല, ആരുമല്ല, നീ മണിമുകലാട ആദ്യം പാടുന്നത്. ആദ്യം വരും.
അപ്പോൾ ഈ സായാഹ്നം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ജയേട്ടൻ മദ്രാസിൽ നിന്ന് നിരന്തരം വിളിക്കുന്ന അപൂർവം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഫോണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വൈഫ് പറയും അത് ജയേട്ടനായിരിക്കും. കറക്റ്റാണ്. ജയേട്ടൻ വിളിച്ചു ചോദിക്കാൻ എന്നോട് എന്താ അറിയും, ഏറ്റവും ഇഷ്ടപ്പെട്ട ജയേട്ടന് ഇഷ്ടപ്പെട്ട ഋതുവാണ് മഴ. മഴ വലിയ ഇഷ്ടം, പക്ഷെ മദ്രാസിലാണെങ്കിൽ മഴയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് മഴയുണ്ട് അവിടെ. അപ്പോൾ ഞാൻ മഴ ജയേട്ടാ മഴ തകർത്ത് എന്ത് കഷ്ടം കൂടെ ചുട്ടിട്ടിരിക്കാൻ വയ്യാന്നേ. അതെ. അപ്പോൾ ഞാൻ പറയും മഴ ഇനിയിപ്പോൾ പെട്ടെന്ന് നിൽക്കുന്നതാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മഴ നിൽക്കുന്ന പരിപാടി. ഞാൻ പറയാം ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നിൽക്കും. എന്താ സുഖമല്ലേ മഴ. നമുക്കൊരു ദിവസം വന്നിട്ട് കുറേ നേരം ആ മഴ കണ്ടെങ്ങനെ ഇരിക്കാം. ചിലപ്പോൾ റെക്കോർഡിങ്ങിന് പോകാതിരിക്കുക. എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് ഉച്ചയ്ക്കൊക്കെ സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ. അപ്പോൾ ചേട്ടൻ പറയും ഇവിടെ നല്ല മഴയാണ്, ഞാൻ എങ്ങനെ വരിക. ചേട്ടൻ മഴയത്തൊന്നല്ല പോകേണ്ടത്, കാറിലാണ്. മഴ കണ്ടു വരാം, ഒരു 4:30 വിളിക്കൂ. അങ്ങനെ പലപ്പോഴും ഈ പ്രകൃതിയോട്, ഈ മഴയോട്, അതുപോലെ നിലാവിനോട് ഭയങ്കര പ്രണയമാണ്. നിലാവിനോട് ഭാരതപ്പുഴയുടെ നിലാവ് കണ്ടിട്ട് ഞങ്ങൾ രാത്രി ഇങ്ങനെ നിലാവും മണലൊക്കെ ഒരേ കളറാണെന്നൊക്കെ ചേട്ടനൊരു കാവ്യഭാവനയൊക്കെ ഒരു സമയത്ത്. അതാണ് റംസാനിലെ ചന്ദ്രികയോ. റംസാനിലെ ചന്ദ്രിക എന്ന് പറഞ്ഞ പല്ലവി പാടാം അല്ലേ നമുക്ക്? റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആര് നീ ആര് നീ ആര് നീ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആര് നീ ആര് നീ ആര് നീ. റംസാനിലെ ചന്ദ്രികയോ. 8000-ലധികം പാട്ടുകൾ പാടി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ശ്രീ ജയചന്ദ്രൻ ഇനിയും ഇനിയും ഒരുപാട് പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സമാഗമം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. പണ്ടത്തെ പോലെ നീ കിന്നാരം ചൊല്ലിയാൽ കണ്ടവരെല്ലാം കളി പറയും. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. തളിരൊരു പൂവായ കാലം. മോതിര കൈ വിരൽ കോർത്തു പിടിച്ചു ഞാൻ പൂമുല്ല കീഴിലിരുത്തി. മോതിര കൈ വിരൽ കോർത്തു പിടിച്ചു ഞാൻ പൂമുല്ല കീഴിലിരുത്തി. കാതിൽ കഥകൾ ചൊല്ലുന്ന ഭാവത്തിൽ പൂമുത്തമെത്രയോ നൽകി. ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ ഓർത്തു നീ കോരിത്തരിക്കാറില്ലേ. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. തളിരൊരു പൂവായ കാലം. താഴത്ത് കാവിലെ താലപ്പൊലി കാണാൻ താനേ നീ കോവിലിൽ നിൽക്കേ. താഴത്ത് കാവിലെ താലപ്പൊലി കാണാൻ താനേ നീ കോവിലിൽ നിൽക്കേ. മേളം മുറുകുന്ന നേരത്തു ഞാൻ വന്നി മേനിയിൽ നുള്ളത്ര നൽകി. ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ ഓർത്തു നീ കോരിത്തരിക്കാറില്ലേ. തളിരൊരു പൂവായ കാലം നിന്റെ കളിച്ചിരി മാറിയ പ്രായം. പണ്ടത്തെ പോലെ നീ കിന്നാരം ചൊല്ലിയാൽ കണ്ടവരെല്ലാം കളി പറയും. തളിരൊരു പൂവായ കാലം.